കുടിച്ചേ. നിനക്കിത് എന്തിന്റെ കുഴപ്പമോ? ഞാൻ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്ന കണ്ടില്ലേ? അതൊക്കെ പിന്നെ സംസാരിക്കാം. ഇത് കുടിച്ചേ. സംഗതി ജോറായിട്ട് വരുന്നുണ്ടല്ലോ. സ്വാതിയുടെ മനസ്സിൽ സംശയത്തിന്റെ കനലുകൾ വീണു തുടങ്ങി. ഇനി അതങ്ങ് ഊതി ജ്വലിപ്പിച്ചാൽ മതി. സ്വാതി, എന്താ നോക്കി നിൽക്കുന്ന? ഏയ്, ഞാൻ ടെറസിൽ നിന്ന് ഉണങ്ങിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് റൂമിലേക്ക് പോവായിരുന്നു. ആ, അങ്ങനങ്ങ് പോയാലോ. ഞാൻ അറിയാൻ വയ്യാണ്ട് ചോദിക്കാം. ശരിക്കും സഞ്ജു താലി കിട്ടിയതേ ശ്രീകുട്ടിയാണോ അതോ ആ ലക്ഷ്മിയാണോ? എന്താ ഇപ്പൊ അങ്ങനെ ഒരു സംശയം? അല്ല, എനിക്കിപ്പോ നല്ല സംശയമുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. എളമേ, ഇത് വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കല്ലേ ഇവിടെ. ശ്രീകുട്ടി എന്ത് വേണമെങ്കിലും കരുതിക്കോ, പക്ഷെ ഞാൻ പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും പറയും. എന്തിന്റെ പേരിലായാലും ഇതത്ര നല്ലതല്ല. ശ്രീകുട്ടിക്കൊരു നല്ല മനസ്സും ആ ലക്ഷ്മിയോട് കുറച്ചധികം സ്നേഹമുള്ളത് ശരിയാ. പക്ഷെ അങ്ങനെ നല്ല മനസ്സുള്ള ഒരാളെ ഇങ്ങനെ പച്ചയ്ക്ക് പറ്റിക്കുന്ന ശരിയല്ല. എന്നെ അങ്ങനെ ആർക്കും പറ്റിക്കാനൊന്നും കഴിയില്ല. ഇതിനെ ഓവർ കോൺഫിഡൻസ് എന്നാ പറയാ. ഇങ്ങനെയുള്ളവരെ എളുപ്പം പറ്റിക്കാൻ പറ്റുക. മനസ്സിലായില്ല. ഞാനിങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോ സ്വാതിക്ക് എന്നോട് ചിലപ്പോൾ ദേഷ്യമൊക്കെ തോന്നും. പക്ഷെ ഇതെല്ലാം ആ ലക്ഷ്മിയുടെ നാടകമാണ്. സത്യത്തിൽ ലക്ഷ്മി നിന്നെ തന്ത്രപൂർവ്വം വിട്ടിയാക്കുക. എളമേ, വെറുതെ ഓരോന്ന് പറയല്ലേ. സത്യം പറയാലോ ശ്രീകുട്ടി, സഞ്ജു ശ്രീകുട്ടിയും സ്നേഹത്തോടെ ഒരുമിച്ച് കഴിയണം തന്നെ എന്റെ ആഗ്രഹം. പക്ഷെ ഒരിക്കലും ലക്ഷ്മി അതിന് സമ്മതിക്കില്ല. അവള് കാരണമാ എന്റെ വിവാഹം പോലും നടന്നത്. അതൊക്കെ ശ്രീകുട്ടിയെ വിശ്വസിപ്പിക്കാനുള്ള ഡ്രാമ അല്ലെന്ന് ആര് കണ്ടു? ഒരിക്കലുമല്ല. അവള് സ്വന്തം ജീവൻ പോലും മറന്ന എന്നെ രക്ഷപ്പെടുത്തിയത്. അന്നവിടെ നടന്നതൊക്കെ ഇളയമ്മ കണ്ടതല്ലേ. എനിക്കിപ്പോ അതിലൊക്കെ ചില സംശയങ്ങളുണ്ട്. എന്ത് സംശയം? അതൊന്നും ഇപ്പൊ ശരിക്കങ്ങോട്ട് പറയാറായിട്ടില്ല. പക്ഷെ ഇപ്പൊ തന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. ലക്ഷ്മിയും സഞ്ജുവായിട്ടുള്ള ഈ പോക്ക് അത്ര നല്ലതിനല്ല. എന്ന് പറഞ്ഞ ശ്രീകുട്ടിയെ ഒടുവിൽ സഞ്ജുവിന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്നു. നീ സൂക്ഷിച്ചോ കേട്ടോ. സംഗതി ഏറ്റു തുടങ്ങി. ഇനി സ്വാതിയും സഞ്ജുവും ലക്ഷ്മിയും കൂടി ഇവിടെ തല്ലും ബഹളവും. എന്ത് രസം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. സ്വാതി എന്താ വിഷമിച്ച് നിൽക്കുന്ന? എന്തോ കാര്യമുണ്ടല്ലോ. മോളെ, എന്താ മോളെ, എന്താ നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന? മോൾക്കിതെന്താ പറ്റിയേ? അല്ല, എന്നോട് പറയാൻ പറ്റുന്നതല്ലെങ്കിൽ വേണ്ട. ഞാനൊരു കാര്യം ചോദിച്ചാ ഇളയമ്മ സത്യം പറയോ? എന്താ മോളെ? അമ്മു സഞ്ജുവിനോട് വല്ലാണ്ട് അടുക്കുന്നുണ്ടോ? നീ എന്താ മോളെ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മുന്റെ കാര്യങ്ങളൊക്കെ നിനക്കറിയാവുന്നതല്ലേ? അതൊക്കെ എനിക്കറിയാം. പക്ഷെ
ഇളയമ്മ ഓരോന്നൊക്കെ പറയുമ്പോ എനിക്ക് ഇത് കവിതച്ചയുടെ സംശയമാണോ അതോ നിന്റെ സംശയോ? അമ്മന്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കി ഞാൻ എല്ലാം ക്ഷമിച്ചു വന്നത് ഇളയമ്മ. പക്ഷെ ഇപ്പൊ അവൾക്ക് സഞ്ജുവിനോടുള്ള പെരുമാറ്റം കാണുമ്പോ എനിക്ക് വല്ലാത്തൊരു വിഷമാവുക. ഞാനും സഞ്ജുവും ഭാര്യ ഭർത്താക്കന്മാരല്ലേ, ഞങ്ങൾക്ക് ഈ വീട്ടിൽ കുറച്ച് പ്രൈവസി ഒക്കെ വേണ്ടേ? ഓർമ്മ നഷ്ടമായതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഏത് സമയത്തും അവളിങ്ങനെ സഞ്ജുവിന്റെ പിന്നാലെ നടന്ന എങ്ങനെ ഇളയമ്മ? എന്റെ സ്ഥാനത്ത് ഇളയമ്മയായിരുന്നെങ്കിൽ ഇതൊക്കെ സഹിക്കാൻ പറ്റുമോ? നീ കുറച്ച് പക്വതയും തിരിച്ചറിവൊക്കെ ഉള്ള പെൺകുട്ടിയല്ലേ. നിനക്ക് അമ്മുനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇപ്പൊ നീ സാധാരണ പെൺകുട്ടിയെ പോലെ സംസാരിക്കുന്നത്. മോളെ, ജീവിതം ഇങ്ങനെയൊക്കെ. നിങ്ങൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. സഞ്ജുവിന്റെ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ രണ്ടാൾക്കിടയിൽ അവൻ വിഷമിക്കുകയല്ലേ. ഇനി പല പ്രതിസന്ധികളും വരും. അപ്പോഴും പരസ്പര വിശ്വാസത്തോടെ നിങ്ങൾ രണ്ടാളും മുന്നോട്ട് പോണം. അതാ ജീവിതത്തിന്റെ വിജയം. ഇളയമ്മ എന്നെ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് സഞ്ജുവിനെ ശരിക്കും വിശ്വാസമാ. ഇന്ന് നീ ജീവനേക്കാൾ സ്നേഹിച്ച അമ്മുനെ സംശയത്തിന്റെ കണ്ണിൽ കണ്ടു. അപ്പോ നാളെ സഞ്ജുവിനെ സംശയിക്കില്ലേ? ഇപ്പൊ കവിത നിന്റെ മനസ്സിൽ സംശയത്തിന്റെ വിത്തിട്ടിട്ട് പോയി. ഇനി മുന്നോട്ടങ്ങനെ നമ്മളെ വഴിതെറ്റിക്കാൻ പലരും വരും. വീണ്ടും വിചാരമില്ലാതെ അതിലൊക്കെ പെട്ടുപോയാ നല്ലൊരു ജീവിതം ഇല്ലാണ്ടാവാൻ പോകുന്നത്. അത് നീ മറക്കരുത്. മോളെ, കാവേരി, എന്താ പറ്റിയേ? അവൾക്ക് എന്താ ഒരു വിഷമം പോലെ? അവള് നിന്നോട് ഇത് പറഞ്ഞിട്ട് പോയി. അത് കവിതേച്ചി അവളുടെ മനസ്സിൽ വിഷം കുത്തിവെച്ചിട്ടാ രാവിലെ ഇവിടുന്ന് പോയത്. ഈശ്വര, ഇപ്പോ സഞ്ജുവിനെ സംശയിക്കുന്ന നിലവരെ എത്തി കാര്യങ്ങൾ. ഈശ്വര, എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇനി ശാസ്ത്രികൾ പറഞ്ഞ സംഭവിക്കോ? എന്താ അടുത്ത ശാസ്ത്രികൾ പറഞ്ഞത്? അത് ഇന്ന് അമ്പലത്തിൽ വെച്ച് ഞാൻ ശാസ്ത്രികളെ കണ്ടിരുന്നു. ദൈവീഹിതം അനുസരിച്ച് സഞ്ജുവിനോടൊപ്പം കഴിയേണ്ടത് അമ്മുവാണെന്ന് ശാസ്ത്രികൾ പറഞ്ഞത്. ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. എനിക്കും അറിയില്ല കാവേരി. ഇനി എന്തൊക്കെ പരീക്ഷണങ്ങൾ നേരിടണം. എല്ലാം എന്റെ വിധി, അല്ലാതെ എന്തു പറയാന്. സഞ്ജു, സുഖാണോ സഞ്ജു? സഞ്ജന എന്താ ഇവിടെ? ഞാൻ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ. ഒറ്റയ്ക്കാ. ഇപ്പൊ ഹസ്ബൻഡ് ഒപ്പം ഉണ്ടാകേണ്ടതാണ്. പക്ഷെ എന്റെ വിധി അത് നടന്നില്ല. നമ്മളൊന്ന് ആഗ്രഹിക്കുന്നു, ദൈവം മറ്റൊന്ന് വിധിക്കുന്നു. സാരമില്ല. പക്ഷേ ഒരു കാര്യം പലരും മറന്നുപോകും. ഒരു പെണ്ണ് വധുവായി ഒരുങ്ങി കല്യാണ മണ്ഡപത്തിലേക്ക് വലതുകാല് വെച്ച് കയറുന്നത് ഒരുപാട് സ്വപ്നങ്ങളോടെയാ, ഒത്തിരി പ്രതീക്ഷകളോടെയാ. ആ സ്വപ്നങ്ങള് ഒരു നിമിഷം തകർത്തെറിയാന്ന് പറഞ്ഞ ഒരു പെണ്ണും അത് സഹിക്കില്ല. അവളുടെ സ്വപ്നങ്ങൾ യാതൊരു ദയയുമില്ലാതെ തകർത്തെറിഞ്ഞവരോട് അവൾ ഒരിക്കലും പൊറുക്കുകയുമില്ല. അങ്ങനെ ഏതൊരു പെണ്ണിന്റെ ആയാലും കണ്ണീരിൽ കെട്ടിപ്പൊക്കിയ ദാമ്പത്യ ബന്ധങ്ങളൊന്നും അധികകാലം നിലനിന്നിട്ടുമില്ല. എന്നെ കല്യാണ മണ്ഡപത്തിൽ നാണം കെടുത്തിയവര് ഇപ്പൊ സന്തോഷത്തോടെയാണോ ജീവിക്കുന്നത്?
പറയ്. അതിനുശേഷം അവർക്ക് ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും സമാധാനം കിട്ടിയിട്ടുണ്ടോ? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും സഞ്ജു എന്താ ഒന്നും പറയാത്ത? സഞ്ജന എന്നെ കുറ്റപ്പെടുത്തതല്ലേ? കേൾക്കട്ടെ. എന്നെ കണ്ണീര് കുടിപ്പിച്ചിട്ട് പോയ സഞ്ജുവിന്റെ ജീവിതത്തിന്റെ വിശേഷങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അറിയുന്നുണ്ട്. ആദ്യം താലി കെട്ടിയ പെണ്ണ് ഒരു വശത്ത്, രണ്ടാമത് കൊട്ടും കുരവയും ആർപ്പുവിളികളോടെ വിവാഹം കഴിച്ച മറ്റൊരുത്തി മറുവശത്ത്. ഇതെന്റെ ഭർത്താവാണെന്ന് പറഞ്ഞ ഒരുത്തി തേനും പാലും ഊട്ടാൻ നടക്കുന്നു. അല്ല, ഇത് എന്റെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞ് മറ്റൊരുത്തി അധികാരം സ്ഥാപിക്കാൻ നിൽക്കുന്നു. ഇതിന് നടുക്ക് എന്താ വേണ്ടെന്നറിയാതെ ഭർത്താവിന്റെ വേഷം കെട്ടി സഞ്ജു. അല്ല, ഇനി ജീവിതത്തില് സഞ്ജുവിന് എങ്ങനെ സ്വസ്ഥത കിട്ടാനാ? പിന്നെ സഞ്ജുവിന്റെ സ്വാതിയുടെയും കല്യാണം നടത്താനും എന്നെ പുറത്താക്കാനും നടന്ന ലക്ഷ്മിയുടെ അവസ്ഥ ഇപ്പൊ എന്തായി? പറ. തലയ്ക്ക് സുഖമില്ലാതെ ആ വീട്ടിൽ സ്ഥിരം ശല്യമായി അലയല്ലേ? നോക്കിക്കോ, എന്നെ ചതിച്ച ആ ലക്ഷ്മി ഇനി മുഴുഭ്രാന്തിയായി ഒടുവിൽ തെരുവിൽ അലയും. മതി, നിർത്ത്. ആഹാ, കണ്ടോ? അപ്പൊ ഭാര്യമാരുടെ സ്നേഹം ലക്ഷ്മിയോടോ? അവള് പറഞ്ഞപ്പോ സഞ്ജുവിന്റെ ദേഷ്യം കണ്ടോ? ആരെ സ്നേഹിക്കണം സ്നേഹിക്കണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നീ അതിൽ ഇടപെടണ്ട. ഈ അവസരം മുതലെടുക്കാനാണ് നിന്റെ മമ്മിയുടെ ശ്രമമെങ്കില് അത് നടക്കില്ല. നിങ്ങളവിടെ ചെയ്തു കൂട്ടിയൊന്നും ഞാൻ മറന്നിട്ടില്ല. മേലിൽ നീ ഇക്കാര്യം പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. വന്നാ അമ്മയും മോള് ഈ നാട്ടിൽ നിന്ന് നല്ല രീതിയിൽ തിരിച്ചു പോവില്ല. എനിക്കിനി ഒന്നും നോക്കാനില്ല. അത് ഓർമ്മയിരിക്കട്ടെ. ഇത്രയും മതി. ഇപ്പൊ തന്നെ ശരിക്കും കഴിച്ചിട്ടുണ്ട്. കഴിക്കും, ഇനിയും കഴിക്കും. എത്ര കഴിച്ചാലും എന്റെ മനസ്സിന്റെ വേദന മാറില്ല. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താ എന്നിട്ട് നമ്മുടെ ശ്രീകുട്ടിയെ മംഗലശ്ശേരിയിലേക്ക് ഊഹാം കഴിപ്പിച്ച് അയച്ചത്. എന്നിട്ടിപ്പോ എന്തായി? എന്നിട്ട് നമുക്കിവിടെ മനസമാധാനം ഉണ്ടോ? അത് പോട്ടെ, നമ്മുടെ കുഞ്ഞിന്, അവൾക്ക് അവിടെ കുറച്ചെങ്കിലും സമാധാനം കിട്ടുന്നുണ്ടോ? എല്ലാം വെറുതെ ആയെന്നാ ഇപ്പൊ തോന്നുന്നേ. എന്ന് കരുതി ഇങ്ങനെ മദ്യപിച്ച എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്കറിയാം. പക്ഷെ എന്റെ മനസ്സിന് കുറച്ചെങ്കിലും സമാധാനം വേണം. അതിനുവേണ്ടിയാ ഞാൻ മതി, കഴിച്ചത് മതി. ഞാൻ ഇനി എന്റെ മോക്ക് വേണ്ടി എന്താ ചെയ്യണ്ടേ? അവളെ, ആ അമ്മൂനെ അവിടുന്ന് ഓടിക്കാൻ എന്താ വഴി? അതാ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. അമ്മു ഇതെല്ലാം ചെയ്യുന്നത് മനഃപൂർവ്വമാണോ? അല്ലല്ലോ, അവൾക്ക് ശരിക്കും ഓർമ്മയില്ല, അതാ ഇങ്ങനൊക്കെ ചെയ്യുന്നേ. നിങ്ങൾ എല്ലാവർക്കും അവളോടുള്ള സിമ്പതിയും സെന്റിമെന്റ്സുവാ ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അതുകൊണ്ടാണ് നമ്മളുടെ മോൾ അവിടെ കിടന്ന് അനുഭവിക്കുന്നത്. പ്രഭ, ഇനിയെങ്കിലും ആ സത്യം മനസ്സിലാക്കണം. നമ്മുടെ ശ്രീകുട്ടി രക്ഷിച്ച അമ്മുവിനെ ഞാനൊരു മകളുടെ സ്ഥാനത്താ ഇപ്പോഴും കണ്ടിരിക്കുന്നേ. അറിഞ്ഞുകൊണ്ട് യാതൊരു തെറ്റും അവൾ ഇപ്പോഴും നമ്മുടെ മോളോട് ചെയ്തിട്ടില്ല. പിന്നെന്തിനാ നമ്മൾ അവളോട് ഇങ്ങനെ പെരുമാറുന്നേ? വേണ്ട, സ്വന്തം മോളായിട്ട് തന്നെ അങ്ങ് കണ്ടോ.
അങ്ങനെ തന്നെ അങ്ങ് സ്നേഹിച്ചോ? ഒടുവിലേ നമ്മളുടെ മോളുടെ കെട്ടുതാലി പൊട്ടുപോ എല്ലാം മനസ്സിലായിക്കോളൂ. പിന്നെ ഇങ്ങനെ മദ്യപിച്ചിട്ടോ ദുഃഖിച്ചിട്ടോ കാര്യമില്ല, ഓർത്തോ? നമുക്കിപ്പൊ നമ്മളുടെ മോളുടെ ജീവിതമാ വലുത്. അതിന്റെ ഇടയിൽ ആവശ്യമില്ലാത്ത സെന്റിമെന്റ്സ് പറഞ്ഞിരുന്നാൽ ശരിയാവില്ല. നമ്മുടെ മോളുടെയും സഞ്ജുവിന്റെ ജീവിതത്തിലെ അവരുടെ സന്തോഷത്തിന് ഇപ്പൊ തടസ്സമായി നിൽക്കുന്നത് ആ അമ്മുവാ. അവളെ അവരുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് മാറ്റി നിർത്തണം. അതിനെന്താ വഴി? അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പൊ അവളെ ചികിത്സിക്കുന്ന ഡോക്ടർക്കോ മൂസിനോ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലേ നാട്ടിൽ വേറെ നല്ല ഡോക്ടേഴ്സ് ഇല്ലേ, അവരെ ആരെങ്കിലും കാണിക്കണം. എന്നിട്ട് അവൾക്ക് വേണ്ടുന്ന ചികിത്സ നൽകണം. പ്രഭേ, ദൂരെ എവിടെങ്കിലും ആയ അത്രയും നല്ലത്. ചികിത്സിക്കാം എന്ന പേരിൽ അമ്മൂനെ മംഗലശ്ശേരിയിൽ നിന്ന് തന്ത്രത്തിൽ ഒഴിവാക്കാം. അല്ല, ഒന്നും പറയണ്ട. ഞാനേ ശ്രീകുട്ടിയുടെ അമ്മയാ. അവളുടെ ജീവിതം നോക്കേണ്ടതേ എന്റെയും കൂടെ കടമയാ. അല്ലാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാനാ പറയുന്നത്. അങ്ങനെ തരുന്നില്ല. സഞ്ജു എന്താ ലേറ്റ് ആയത്? ഓവർ ടൈം ചെയ്യേണ്ട അവസ്ഥയിലെ ഓഫീസ് കാര്യങ്ങള്, ആകെ ടെൻഷനും. വീട്ടിലും ടെൻഷന് കുറവില്ലല്ലോ. നീ ഭക്ഷണം കഴിച്ചോ? സഞ്ജു വരാതെ ഞാൻ കഴിക്കാനോ? വാ, വന്ന് ഫ്രഷ് ആവ്. അമ്മ ഉറങ്ങിന്ന തോന്നുന്നു. സഞ്ജുവേട്ടാ, അമ്മ വിളിച്ചിട്ട് സഞ്ജുവേട്ടൻ എന്താ ഫോൺ എടുക്കാതിരുന്നേ? സഞ്ജുവേട്ടനെ കാണാതെ ഇരുന്നപ്പോഴാ ഞാൻ അമ്മയെ കൊണ്ട് വിളിപ്പിച്ചത്. ഓഫീസ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇറങ്ങാനൊക്കെ കുറച്ച് ലേറ്റ് ആയെന്ന് വരും. നിനക്കതൊന്നും അറിയാഞ്ഞിട്ടാ. ഇവളോട് എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഊണ് എങ്ങനെയുണ്ടായിരുന്നു സഞ്ജുവേട്ടാ? ഇഷ്ടായോ? ഊണോ? ഉച്ചയ്ക്ക് ഞാനൊന്ന് ഊണല്ലല്ലോ കഴിച്ചത്. പിന്നെ എങ്ങനെ ഊണിനെ പറ്റി നിന്നോട് അഭിപ്രായം പറയും? ഞാൻ ഉച്ചയ്ക്ക് രാജുവേട്ടന്റെ കയ്യില് സഞ്ജുവേട്ടന് ഊണ് കൊടുത്തയച്ചിരുന്നല്ലോ. ലച്ചു എന്തൊക്കെയാ പറയുന്ന? വീട്ടിൽ നിന്ന് ഊണ് കൊടുത്തയച്ച് കഴിക്കുന്ന പതിവൊന്നും എനിക്കില്ല. അല്ല, അപ്പൊ രാജുവേട്ടൻ കൊണ്ടുവന്ന ഊണോ? എനിക്ക് ആരും ഊണ് കൊണ്ടുവന്നിട്ടില്ല. രാജുവേട്ടാ, എന്തിനാ രാജുവിനെ വിളിക്കുന്നത്? ഞാൻ എന്റെ ഭർത്താവിന് കൊടുത്തയച്ച ഭക്ഷണം രാജുവേട്ടൻ എന്ത് ചെയ്തെന്ന് എനിക്ക് അറിയണ്ടേ? എന്താ ലച്ചു? രാജുവേട്ടൻ ഇങ്ങോട്ട് വാ. ഉച്ചയ്ക്ക് സഞ്ജുവേട്ടന് ഞാൻ തന്നുവിട്ട ഊണ് രാജുവേട്ടൻ ഓഫീസിൽ എത്തിച്ചില്ലേ? കിട്ടിയില്ലെന്ന് സഞ്ജുവേട്ടൻ പറയുന്നു. എന്റെ ചോദ്യത്തിന് രാജുവേട്ടൻ മറുപടി പറ. ഊണ് സഞ്ജുവേട്ടന്റെ ഓഫീസിൽ എത്തിച്ചോ ഇല്ലയോ? നീ എന്നല്ല, എന്റെ അമ്മ കൊടുത്തുവിട്ടാലും രാജു അതുമായിട്ട് ഓഫീസിൽ വരില്ല. സമയനിഷ്ഠ പാലിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു ജോലിയല്ല എന്റേത്. വിശക്കുമ്പോ എന്തേലും കഴിക്കുമെന്നല്ലാതെ വീട്ടിൽ നിന്നിറങ്ങിയ ഫുഡിന്റെ കാര്യത്തിൽ ഞാൻ എന്തൊക്കെ കഴിക്കുമെന്ന് എനിക്ക് തന്നെ ഉറപ്പില്ല. നീ എന്താ കരുതിയത്? ഞാൻ ഓഫീസിൽ മാത്രം ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാളാണെന്നോ? എന്നാ എന്റെ ജോലി അങ്ങനല്ല. ഉച്ചയ്ക്ക് ഞാൻ മുംബൈയിൽ നിന്ന് വന്ന കുറച്ച് ക്ലയൻസുമായിട്ട് മീറ്റിംഗിലായിരുന്നു. ചോറ് അങ്ങോട്ട് കൊടുത്തുവിടാതെന്താ? ഭാര്യയെന്നും പറഞ്ഞ് കൂടുതൽ ഓവർ സ്മാർട്ട് ആവരുത്. മേലിൽ ഇതുപോലുള്ള കോമാളിത്തരം കാണിച്ചുകൊണ്ട് എന്റെ മുന്നിൽ വരരുത്. ഇതെന്റെ ലാസ്റ്റ് വാണിംഗാ. സ്വാതി വാ.
സഞ്ജുവിന് ഇഷ്ടാവില്ലെന്ന് ഞാൻ ലച്ചുവിനോട് പറഞ്ഞതല്ലേ. ലച്ചു അത് ചെവി കൊണ്ടില്ല. പിന്നെ ലച്ചുവിന് വിഷമമുണ്ടെന്ന് കരുതിയ കൊണ്ടുപോകാന്ന് ഞാൻ സമ്മതിച്ചത്. ആ ചോറും കറിയൊക്കെ കിച്ചണിൽ തന്നെയുണ്ട്.